നമ്മുടെ മക്കളുടെ ആവേശകരമായ പരിപാടി മണിക്കൂറുകളായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ സാക്ഷാത്കാരത്തിന് പിറകിൽ നിരവധി കരങ്ങളുടെ ശക്തമായ സഹകരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആഴ്ചകളായി ഈ പരിപാടിയുടെ വൻ വിജയത്തിനു വേണ്ടി അഹോരാത്രം ശ്രമം നടത്തിയ അഭിവന്ദരായ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികൾ, വാട്സപ്പിലൂടെ ഈ ഒരു പരിപാടിയുടെ ഫണ്ടിനെ കുറിച്ചുള്ള ചെറിയൊരു മെസ്സേജ് കിട്ടിയപ്പോൾ 10,000ങ്ങളും 5,000ങ്ങളും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വതക്ക ചെയ്യാൻ ആവേശത്തോടെ കടന്നുവന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ ദർസിന്റെ ഗുണകാംക്ഷികൾ, ഇങ്ങനെ തുടങ്ങി വലിയൊരു സംഘത്തിന്റെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആവേശകരമായ പരിപാടി വളരെ സന്തോഷത്തോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹിതമായ പരിപാടിയുടെ പിറകിൽ അണിയറ ശില്പികളായി ആരെല്ലാം സേവനങ്ങൾ അർപ്പിച്ചുവോ, സാമ്പത്തിക വിനിയോഗം നടത്തിയോ, എല്ലാവരുടെയും ശ്രമങ്ങളും സേവനങ്ങളും സർവലോക പരിപാലകനായ പടച്ചതമ്പുരാൻ അവരിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ ശരീരങ്ങളിലും കുടുംബങ്ങളിലും സാമ്പത്തിക മേഖലകളിലൊക്കെ ഭാവിയിലേക്കുള്ള ദിശാബോധവും വെളിച്ചവുമായി ഈ സേവനങ്ങളും സദഖകളും പ്രകാശം പരത്തട്ടെ എന്ന് അവർക്ക് വേണ്ടി ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ഇരിക്കുന്ന ദർസിലെ വിദ്യാർത്ഥികൾ നാളെ ഈ സമുദായത്തിന്റെ ശക്തമായ നേതൃത്വമാണ്. ഈ സമുദായത്തിന്റെ നേതൃത്വത്തിന് അർഹതയും അവകാശവുമുള്ള രൂപത്തിൽ യോഗ്യരായി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത ഈ സമൂഹത്തിൽ അർപ്പിതമാണ്. നാളെയുടെ പ്രതിഭകളെ നിർമ്മിക്കപ്പെടുന്നത് ഇന്നത്തെ അവസരങ്ങളാണ്. ഇന്നത്തെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നാളത്തെ പ്രതിഭകൾ നിർമ്മിക്കപ്പെടുന്നു എന്നത് വളരെ വ്യക്തവും സുതാര്യവുമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. അല്ലാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ നിർദ്ദേശം, നബിയെ തന്ത്രപരമായി നല്ല സാരോപദേശത്തിലൂടെ നിങ്ങളുടെ റബ്ബിന്റെ വഴിയിലേക്ക് ജനസമൂഹത്തിനെ ക്ഷണിക്കുക എന്ന മഹത്തായ നിർദ്ദേശം വിശുദ്ധമായ ഖുർആൻ പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് കേവലം പ്രവാചകരിൽ മാത്രം ഒതുങ്ങുന്ന നിർദ്ദേശമല്ല. ലോകത്തിന്റെ ഭാവിയിൽ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ ശോഭിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരെല്ലാവരും ഈ മഹത്തായ നിർദ്ദേശം ഉൾക്കൊള്ളണമെന്ന സന്ദേശം കൂടി അല്ലാഹു 1414 മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്തായ സേവനം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രബോധനമാണ്. ഇസ്ലാമിക പ്രബോധനത്തെക്കാളും മഹത്തായ ഒരു സേവനം ഭൂമി ലോകത്ത് ഒരു മനുഷ്യനും നിർവഹിക്കാനില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങളും സാദാത്യങ്ങളും ഉലമാക്കളും ഇസ്ലാമിക പ്രബോധന മേഖലയിൽ ശക്തമായ ശ്രമങ്ങളും സേവനങ്ങളും സമർപ്പിച്ചവരാണ്. എന്നാൽ വളരെ വേദനയുള്ള യാഥാർത്ഥ്യം, ഇന്ന് ലോകത്തെ എല്ലാ മേഖലയിലും പുരസ്കാരങ്ങളുണ്ട്, അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത് ലോകത്തുള്ള ഭരണകൂടങ്ങൾ, ലോകത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ അവരാർക്കെങ്കിലും അവാർഡ് കൊടുക്കുന്നുവെങ്കിൽ, പുരസ്കാരം കൊടുക്കുന്നുവെങ്കിൽ ലോകത്ത് പുരസ്കാരത്തിനും അവാർഡിനും അവകാശികളായ ഏറ്റവും ഉന്നതമായ സമൂഹം
ധാർമ്മിക വിപ്ലവത്തിലേക്ക് ജനസമൂഹത്തെ നയിക്കുന്ന പ്രബോധക സമൂഹമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല. ആ രൂപത്തിലാകുമ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ തമിഴ്നാടിന്റെ അനിഷേധ്യയായ മുഖ്യമന്ത്രി ശ്രീമതി ജയലളിതയ്ക്ക് വേണ്ടി ഭാരതത്തിന്റെ വിശിഷ്ടമായ പുരസ്കാരങ്ങളെ സമർപ്പിക്കാൻ വേണ്ടിയുള്ള നിരവധി നിർദ്ദേശങ്ങള് ഈ അടുത്ത കാലത്തായി മീഡിയകളിലൂടെ നമ്മൾ വായിച്ചു. നമുക്കിവിടെ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കാനുള്ളത് ഭാരതത്തിന്റെ പത്മശ്രീ അവാർഡ് കൊടുക്കേണ്ടത് ബഹുമാന്യരായ ശൈഖുസ്സമാൻ ഖായിദെ മില്ലത്ത് എപി അബൂബക്കർ മുസ്ലിയാർ തവ്വലല്ലാഹു ഉംറഹു മഹാരഥന്മാരെ പോലെയുള്ള ഇസ്ലാമിക ദായികൾക്കാണ് ഭാരതത്തിന്റെ പത്മശ്രീയും മറ്റുള്ള അവാർഡുകളും പ്രഖ്യാപിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. രാജ്യത്ത് തീവ്രവാദമില്ലായ്മ ചെയ്യാൻ, ഭീകരതയില്ലായ്മ ചെയ്യാൻ, ക്രമസമാധാനം നിലനിൽക്കാൻ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ അത്യുന്നതമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ മതനേതൃത്വമാണ്. അവർക്കാണ് പുരസ്കാരങ്ങൾ കൊടുത്ത് അവർക്കാണ് ആവേശം കൊടുക്കാൻ ആധുനിക ഭരണകൂടങ്ങൾ തയ്യാറാവേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അത്രമാത്രം വലിയ സേവനങ്ങളാണ് ആർഷഭാരതത്തിന്റെ നവനിർമ്മിതിക്ക് വേണ്ടി രാജ്യത്തിലെ ഉലമാക്കൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ ഗൗരവത്തോടുകൂടെ ഈ വേദിയിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ ദഅവത്ത് ലോകത്തെ ഏറ്റവും പ്രശ്നകലുഷിതമായ മേഖലയാണ്. ആ ദഅവത്തിന് പ്രാപ്തരായി ബഹുമാന്യരായ മുതഅല്ലിമീങ്ങൾ കഴിവാർജിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. വരാനിരിക്കുന്ന ഭാവി തീർത്തും പ്രശ്നകലുഷിതമാണ്. 1000 പ്രശ്നങ്ങളെ കൊണ്ട് കലുഷിതമായ ദഅവത്തിന്റെ മേഖലയിലേക്കാണ് ഭാവിയിൽ നിങ്ങൾക്കൊക്കെ പാദം ഊന്നി ഇറങ്ങിച്ചെല്ലാനുള്ളത്. അവിടെ ധാരാളം ആക്രോശങ്ങളുണ്ടാകും, ധാരാളം പ്രതിസന്ധികളുണ്ടാകും, പ്രത്യാഘാതങ്ങളുണ്ടാകും, പ്രതിസന്ധികളുടെ വലിയ വലിയ മതിൽക്കെട്ടുകളുണ്ടാകും. അതൊക്കെ തന്ത്രപരമായി തരണം ചെയ്ത് മനഃശാസ്ത്രപരമായി ആർജിച്ചെടുത്തിരിക്കുന്ന കഴിവിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് സുഗമമായി നടത്താൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ കഴിവാർജിക്കണം. അതിനുവേണ്ടി ഒന്നാമതായി നാം നേടിയെടുക്കേണ്ടത് വിശുദ്ധമായിരിക്കുന്ന ദീനി ഉലൂമിലെ ശക്തമായ പാണ്ഡിത്യമാണ്. നിങ്ങൾക്കുള്ള നേതൃത്വം, നിങ്ങളുടെ ബഹുവന്യരായ ഗുരുക്കന്മാർ നിങ്ങളുടെ കഴിവിൽ വല്ലാതെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥരായ ഉസ്താദുമാരായാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ ദീനി ഉലൂമിന്റെ മേഖലയിൽ വലിയ പാണ്ഡിത്യം നേടിയെടുക്കാൻ ഒന്നാമതായി നിങ്ങൾ ശ്രമം നടത്തണം. നിങ്ങളുടെ പഠനത്തിന്റെ ലക്ഷ്യം, നിങ്ങളുടെ കർമ്മമേഖലയിലെ ഒന്നാമത്തെ ഉത്തരവാദിത്വം കിതാബിന്റെ ഇബാറത്തുകളുടെ ഹല്ലടിച്ച് ദീനി ഉലൂമിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമതായി കിട്ടിയ വിജ്ഞാനത്തിനെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്യാൻ കഴിവിന്റെ പരമാവധി പ്രഭാഷണ പാഠവും നേടിയെടുക്കുക. അതിനോടൊപ്പം തൂലികാരംഗത്ത് സൽമാൻ റുഷ്ദിയും തസ്ലീമാ നസ്റും തുടങ്ങിയ വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നീണ്ട നിരയാണ് പ്രതിപക്ഷത്ത് തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറുപടി കൊടുക്കാൻ വിശുദ്ധ ഇസ്ലാമിന്റെ ഭാവി പ്രബോധകരായി നിങ്ങൾ കഴിവാർജിക്കാൻ തൂലികാരംഗത്തേക്ക് നിങ്ങൾ ദർസി വിദ്യാഭ്യാസത്തിന് കിതാബോധി പഠിക്കാൻ അന്ന് വിജ്ഞാനത്തിന്റെ ഈ ചില്ലവും പോച്ചില്ലവുമായ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മയോട് ബഹുമാന്യരായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ചോദിച്ചപ്പോ അവിടുന്ന് അനുവാദം കൊടുത്ത് സമ്മതം നൽകി, ദുആയിരന്ന് നിർദ്ദേശങ്ങൾ നൽകി വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് ആശീർവദിച്ചു വിട്ട ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നിങ്ങളുടെ മക്കളെ അത്തരം ഒരു ആശീർവാദത്തോടെ നിങ്ങൾ പറഞ്ഞു വിട്ടപ്പോ ബഹുമാന്യരായ ശൈഖ് ജീലാനി കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായി കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ഇന്നലകളിലും ഇന്നും
നാളെയും ദിശാബോധം നൽകി വിശുദ്ധ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ വലിയ ദീപസ്തംഭമായി പ്രോജ്വലിച്ചു നിൽക്കുമ്പോൾ ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിടത്തിലേക്ക് മഹത്തായ പ്രതിഫലത്തിന്റെ ശക്തമായ ശാലുകളാണ് രൂപപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ ദർസി രംഗത്ത് നിങ്ങൾ പറഞ്ഞു വിട്ടതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇന്നും നാളെ നിങ്ങൾ മരണപ്പെട്ട് ഖബറിന്റെ കത്തളങ്ങൾ കടക്കുമ്പോഴും ആ ഖബറിലേക്ക് ഈ മക്കളുടെ സേവനത്തിന്റെ കാര്യമായൊരു ഭാഗം നിങ്ങളുടെ ഖബറിലേക്ക് ഒഴുകി വരും എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സേവനമാണ് ഭൗതിക വിദ്യാഭ്യാസ മേഖലയുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തില് ദർസി വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിട്ടു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തില് കഴിവും പ്രാപ്തിയുമുള്ള ഭൗതിക മതവിദ്യാഭ്യാസത്തിന്റെ സമന്വയത്തിൽ വലിയ വലിയ കഴിവാർജിച്ചെടുക്കുന്ന മഹാന്മാരായ ആലിമീങ്ങളായി നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല വളർത്തി വലുതാക്കി പെരുമാറാവട്ടെ എന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്ത് ഈ പരിപാടിയുമായി നിങ്ങൾ ഈ കാണിച്ച ആവേശം, സാമ്പത്തികമായി ശാരീരികമായി നിങ്ങളുടെ സഹകരണം വളരെ പ്രശംസനീയമാണ്, അഭിനന്ദനീയമാണ്. നാളെയുടെ ഭാവിയിലും ഈ മക്കളുടെ പുരോഗതിയിൽ അവർക്ക് ആവേശമായി, അവർക്ക് കരുത്തായി, സാമ്പത്തികമായി, സാന്നിധ്യമായി നിങ്ങളെല്ലാ കാലത്തും ഇവരോടൊപ്പം ഉണ്ടാവണമേ എന്ന് വിനീതമായ അപേക്ഷയോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഈ കൂട്ടായ്മയുടെ പേരില്, ഈ കൂട്ടായ്മയുടെ വിജയത്തിന് വേണ്ടി സേവനങ്ങൾ സമർപ്പിച്ചതിന്റെ പേരില് അല്ലാഹു നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആയിരുന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.